നാഗൂർ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖ് ഷാഹുൽ ഹമീദ് മീറാനുൻ നാഗൂരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷെയ്ഖായ മധ്യപ്രദേശിലെ ഗോളിയാറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് മുഹമ്മദ് ഗൗസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗയടക്കമുള്ള ഗോളിയാറിലെ ദർഗകളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ സിയാറത്ത് യാത്ര. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 359ാമത്തെ എപ്പിസോഡ്. മധ്യപ്രദേശിലെ ഗോളിയാറിലെ സിയാറത്ത് കേന്ദ്രങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ യാത്ര നടത്തുന്നത്. അങ്ങനെ നമ്മൾ ഗോളിയാർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി ഒരു ഇലക്ട്രിക് ഓട്ടോയും വിളിച്ച് ഇവിടുത്തെ മക്കാമുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് എത്തിയത് ഇവിടുത്തെ ഖാനൂൻ സാഹിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗയാണ്. ഇനിയും മറ്റൊരു ദർഗയും ഇവിടുത്തെ കോളിയാർ ഫോർട്ടും നമുക്ക് സന്ദർശിക്കാനുണ്ട്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖ് ഖാനൂൻ സാഹിബ് റളിയല്ലാഹു അൻഹു ഹിജറ 853 രാജസ്ഥാനിലെ നാഗൂർ ഷെരീഫിലാണ് ജനിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ തൻ്റെ 14ാമത്തെ വയസ്സിൽ സൈന്യത്തിൽ ചേർന്നെങ്കിലും ആത്മീയ വഴിയിലേക്ക് സഞ്ചരിക്കാൻ അവിടുത്തെ മനസ്സ് വെമ്പൽ കൊള്ളുകയും അങ്ങനെ തൻ്റെ സ്ഥാനങ്ങൾ ഒഴിവാക്കി സമ്പത്തുകൾ മുഴുവനും ദരിദ്രർക്ക് സ്വതക്ക നൽകിക്കൊണ്ട് അവിടെ നിന്ന് യാത്ര തിരിച്ചു. നാഗൂരിലെ സൂഫി ഹമീദുദ്ദീൻ നാഗൂരി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. മഹാനായ സൂഫി ഹമീദുദ്ദീൻ നാഗൂരി റളിയല്ലാഹു അൻഹു മഹാനായ അജ്മീർ ഖാജ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുരീദാണ്. അവരുടെ വീഡിയോ, അവിടേക്ക് പോകേണ്ട വിവരങ്ങളൊക്കെ നമ്മളൊരു എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നൽകുന്നതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഹമീദുദ്ദീൻ നാഗൂരി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷമാണ് ഇന്നത്തെ ഈ ഗോളിയാറിലെ ഈ പ്രദേശത്ത് എത്തിച്ചേരുന്നത്. അവരുടെ സമീപത്തായി അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. തൊട്ടപ്പുറത്ത് കാണുന്ന ഈ ഒരു മസാറിനുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവരുടെ മക്കളാണ്. അങ്ങനെ ഒരുപാട് മഹാരഥന്മാർ ഇവിടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. എല്ലാവരുടെയും ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. സ്റ്റേഷനിൽ നിന്ന് ഇവിടത്തേക്ക് നമ്മൾ വിളിച്ചു വന്ന ഓട്ടോക്ക് 100 രൂപയാണ് ആയിരുന്നത്. അങ്ങനെ ഇവിടുത്തെ സിയാറത്തും കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടുത്തെ ഗോളിയാർ ഫോർട്ടിലേക്കാണ് യാത്ര തിരിക്കുന്നത്. AD 6ാം നൂറ്റാണ്ടിലാണ് പാൽ രാജവംശത്തിലെ രാജാക്കന്മാർ ഈ കോട്ട പണി കഴിപ്പിക്കുന്നത്. പിന്നീട് 11ാം നൂറ്റാണ്ടോടുകൂടി മുസ്ലിം രാജവംശങ്ങളും മുഗൾ രാജവംശങ്ങളും പിന്നീട് ബ്രിട്ടീഷുകാരൊക്കെ ഇത് ഭരണം നടത്തിയിട്ടുണ്ട്. അതിമനോഹരമായ ഒരുപാട് പാലസുകളെ കൊണ്ടും മറ്റു നിർമ്മിതികളെ കൊണ്ടും മനോഹരമാണ് ഈ കോട്ട. അങ്ങനെ കോട്ടയൊക്കെ സന്ദർശിച്ചതിന് ശേഷം നമ്മൾ കോട്ടയുടെ അടുത്ത് നിന്ന് തന്നെ ഓട്ടോക്ക് മക്കാമിലേക്ക് തിരിച്ചു. 10 രൂപയാണ് ഓട്ടോറിക്ഷയ്ക്ക് ഒരാൾക്ക് ഇവിടേക്ക് ചാർജ് വന്നത്. അപ്പോൾ ഇതാണ് ഷെയ്ഖുൽ മഷായിഖ് ഷെയ്ഖ് മുഹമ്മദ് ഗൗസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഖബറ. അഫ്ഗാൻ സുൽത്താനായിരുന്ന ഷാ സുൽത്താൻ ഹാജി സയ്യിദ് മുഹമ്മദ് ഗൗസ് റളിയല്ലാഹു അൻഹു ഇന്ത്യയിലെത്തുകയും അങ്ങനെ ഇവിടെ പ്രബോധനങ്ങൾ നടത്തുകയും ചെയ്തു. മഹാനായ നാഗൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷാഹുൽ ഹമീദ് മീറാനുൻ നാഗൂരി റളിയല്ലാഹു അൻഹു എന്നവരുടെ 10 കൊല്ലത്തെ ഗുരുവര്യരാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഗൗസ് റളിയല്ലാഹു അൻഹു. മുഗൾ ചക്രവർത്തിമാരെല്ലാം വലിയ ആദരവോടെ കണ്ട മഹാനായിരുന്നു മുഹമ്മദ് ഗൗസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അവിടുത്തെ വഫാത്തിന് ശേഷം മുഗൾ ചക്രവർത്തിയായ അക്ബർ ആയിരുന്നു ഈ കാണുന്ന മക്ബറയുടെ കെട്ടിടം പണി കഴിപ്പിച്ചത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് ട്രെയിനുകൾ തന്നെയുണ്ട്. ഡൽഹിയിലേക്ക് പോകുന്ന കേരള എക്സ്പ്രസ്സും മംഗള എക്സ്പ്രസ്സും ഒക്കെ ഗോളിയാറിൽ സ്റ്റോപ്പുണ്ട്. അതല്ലാത്ത ട്രെയിനുകളുണ്ട്. ദിവസവും ധാരാളം ആളുകളാണ് ഇവിടെ സിയാറത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്ററിന് താഴെ മാത്രമേ ഇവിടേക്ക് ദൂരമുള്ളൂ. ഇവിടെയാണ് ബഹുമാനപ്പെട്ടവരുടെ മക്ബറ ഉള്ളത്. വേറെയും ഒരുപാട് മഹാന്മാർ ഇതിനകത്തും പരിസരത്തൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അള്ളാഹു ഈ മഹാൻ്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇവിടെ ഈ കാണുന്നത് അക്ബറിൻ്റെ രാജകൊട്ടാരത്തിലെ പാട്ടുകാരനായിരുന്ന കവിയായിരുന്ന താൻസൻ്റെ ഖബറിടമാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഇവിടുന്ന് ആഗ്രയിലേക്കാണ് തിരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ഇൻഷാ അല്ലാഹ്.